അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1372. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ദർർ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ദർർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന അഹ്സന മാ ഗുയ്യിറ ബിഹി ഹാദ ശൈബ് അൽ ഹിന്നാഉ വൽ കതം. ഇന്ന അഹ്സന മാ ഗുയ്യിറ ഹാദ ശൈബ്, ഈ നിരയെ മാറ്റം വരുത്തുന്ന, അതിൻ്റെ മാറ്റം വരുത്തുന്ന കളറുകളിൽ ഏറ്റവും മെച്ചമായത് അൽ ഹിന്നാഉ മൈലാഞ്ചിയാണ്, വൽ കതമു കതമാണ്. ഹിന്നാ മൈലാഞ്ചി, ചുവപ്പ് കൊണ്ട് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ സുന്നത്താണ്, അതാണ് ഏറ്റവും നല്ലത്. കത്തമ് എന്ന് പറഞ്ഞാൽ അത് ഒരു കടും ചുവപ്പുള്ള, ഒരു ഡാർക്ക് ചുവപ്പുള്ള ഒരു പ്രത്യേക ഇനം ചെടിയാണ്. ആ ചെടിയും അതും ഉപയോഗിക്കാവുന്നതാണ്. യമൻ ഭാഗത്തുള്ള ഒരു പ്രത്യേക ഇനം ചെടിയാണ് കത്തമ. അത് അരച്ച് അതും ഉപയോഗിക്കാം. അത് ചുവപ്പ്, ഡാർക്ക് ചുവപ്പായിരിക്കും. കറുപ്പിനോട് കറുപ്പല്ല, ചുവപ്പ് കുറച്ചുകൂടി ഡാർക്കായത്. ഇത് രണ്ടും കൊണ്ടും കളർ കൊടുക്കാം. അതിൽ ഏറ്റവും നല്ലതാണോ ഈ പറഞ്ഞത്, ഹിന്നാ കത്തമ. എന്നാൽ കറുപ്പ് കൊണ്ട് കളർ കൊടുക്കൽ, കറുപ്പിക്കൽ, അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. ഫുഖഹാക്കളൊക്കെ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വയഹറുമു ഖൽബു ശഅരി ശൈബി ബിസ്സവാദ്, നരച്ച മുടി കറുപ്പിക്കൽ, കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ ഹറാമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഗൗരവം പല ഹദീസിലായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖളറ ബിസ്സവാദി സവ്വദല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ, മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും കറുപ്പ് കൊണ്ട് നരച്ച താടിക്കോ മുടിക്കോ ചായം കൊടുത്തു കഴിഞ്ഞാൽ, കറുപ്പിച്ചു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാൾ അള്ളാഹു അവൻ്റെ മുഖത്തെ കറുപ്പിച്ചു കളയുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാൾ ഒരു വിഭാഗം ആളുകൾ വരും, അവർ മുടി കറുപ്പിക്കുന്ന ആളുകളാണ്. അവരെ പ്രായം അറിയാതിരിക്കാൻ വേണ്ടി നരച്ച മുടികളെ കറുപ്പിക്കുന്നൊരു വിഭാഗം. അവർ ലാ യുരിഹുന റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കാണാം. അപ്പോൾ ഈ രൂപത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് തീർത്തും ഹറാമാണ് മുടി കറുപ്പിക്കുക എന്നുള്ളത്. അതൊരിക്കലും നാം ചെയ്യരുത്. നമ്മൾ പലരും മുടി കറുപ്പിച്ച് അവൻ്റെ പ്രായം അറിയാതിരിക്കാൻ, യുവാവായി കാണിക്കാൻ പലരും കറുപ്പിക്കുന്നവരുണ്ട്. അതൊരിക്കലും ശരിയല്ല, അത് തെറ്റാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്. കളർ കൊടുക്കൽ, മൈലാഞ്ചി കൊണ്ട് കളർ കൊടുക്കാം, അത് സുന്നത്തായ രൂപമാണ്. മഞ്ഞ കളർ കൊടുക്കാം, ഇതൊക്കെ പറ്റും. എന്നല്ലാതെ കറുപ്പിക്കാൻ പാടില്ല എന്ന് മഹത്തുക്കളൊക്കെ പഠിപ്പിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൈലാഞ്ചി കൊടുക്കുക, മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കുക എന്നുള്ളത് അത് അമ്പിയാക്കളുടെ ചര്യയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ അത് സുന്നത്താണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. കറുപ്പിക്കരുത്, അത് തെറ്റാണ്, ഹറാമാണ്. ആ രൂപത്തിലെങ്ങാനും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടി വന്നാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമായിരിക്കും. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് കാണുന്ന ചില കറുപ്പിക്കുന്ന വസ്തുക്കളും, അതുപോലെ ചില ട്യൂബ് മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞ് ചില പെയിന്റ് പോലത്തെ വസ്തുക്കളുണ്ട്. സ്ത്രീകൾ ചുണ്ടിലിടുന്നതും കയ്യിലിടുന്നതുമായ, നഖത്തിലൊക്കെ ഇടുന്നത്, അതൊക്കെ തീർത്തും പലതും പെയിന്റ് പോലെ കട്ടിയുള്ള വസ്തുക്കളാണ്. വെള്ളം ചേരൂല, കുളി ശരിയാവൂല, വുദൂ ശരിയാവൂല. ആ രൂപത്തിലെങ്ങാനും മരണപ്പെട്ടാൽ അത് ചുരണ്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ അവന് വലിയ നിസ്കാരം പോലും സ്വഹീഹാവുകയില്ല. ആക്സിഡൻറ്റിലൊക്കെ പെട്ടാൽ ചുരണ്ടിക്കളയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും. അത്തരം ആളുകൾ ആ രൂപത്തിൽ മറവ് ചെയ്യേണ്ടി വന്നാൽ അവരെ പേരിലെ നിസ്കാരം പോലും സഹിയാവാതെ ഒരു അമുസ്ലിമിനെ മറവ് ചെയ്യും പോലെ ചെയ്യേണ്ടി വരും. ഈ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളുകയും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി ഒരിക്കലും
അത്തരം പെയിന്റ് പോലത്തെ കട്ടിയുള്ള ട്യൂബുകളൊന്നും നമ്മൾ ഉപയോഗിക്കുകയോ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുകയോ ചെയ്യരുത്. മക്കളൊക്കെ ഉപയോഗിക്കുന്ന പല ട്യൂബ് മൈലാഞ്ചികൾ പലതും കട്ടിയുള്ള പെയിന്റ് പോലത്തെ കെമിക്കൽ അടങ്ങിയ വസ്തുക്കളാണ്. അതൊക്കെ ചുരണ്ടിയാൽ പോരുന്ന സൈസ്. അതൊന്നും വുദുവോ കുളിയോ ശരിയാവാത്ത അവസ്ഥയും അവൻ്റെ നിസ്കാരവും ഒന്നും ശരിയാവാത്തൊരവസ്ഥ വരും. ഇത് ഗൗരവത്തോടെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ